നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയില് നല്ല മുരുമുരാ മുളക് ബജി. ബജി മുളക് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നടു കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ മുളകിന്റെ തണ്ട് കളയാതെ നോക്കണേ. ഈ തണ്ട് നമുക്ക് ആവശ്യമുണ്ട്. എരിവൊന്ന് കുറയ്ക്കാൻ വേണ്ടി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മാറ്റിവെക്കാം. ബജിമാവ് തയ്യാറാക്കാൻ 1 കപ്പ് കടലമാവിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ തന്നെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഒരു സ്പൂൺ എടുത്ത് ഡിപ്പ് ചെയ്താല് മാവ് സ്പൂണിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കണം. അതാണ് ബജി മാവിന്റെ കൺസിസ്റ്റൻസി. ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നീണ്ട ഒരു ഗ്ലാസ്സിലേക്ക് മാവിനെ മാറ്റി കൊടുക്കാം. മുളകിനെ മാവിൽ മുക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തത്. ബജിമുളക് ഓരോന്നായിട്ട് തണ്ടിൽ പിടിച്ച് ഗ്ലാസ്സിലെ മാവിൽ മുക്കി നന്നായിട്ട് തിളച്ച എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കണം. ഓരോ സൈഡും 1 മിനിറ്റ് വീതം കുക്ക് ചെയ്ത ശേഷം എണ്ണയിൽ നിന്നും വറുത്തു കോരി മാറ്റാം. ഇനി ഈ മുരുമുരാ മുളക് ബജി ഇതുപോലെ കോരിയെടുത്ത പ്ലേറ്റിലേക്കിട്ട് ഒരു മുളകെടുത്ത് ചട്നിയിൽ മുക്കി കഴിച്ചാൽ മാത്രം മതി.